ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഏറ്റവും പുതിയ വാർത്തകളുമായി എത്തിച്ചേരുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 128ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 13-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യാക്കോബിന്റെ ലേഖനം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 3. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ അതിൽ സന്തോഷമുള്ളവരാകുവിൻ. ഈ വാക്യത്തിന്റെ സംക്ഷീകരിച്ചു പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പരീക്ഷകൾ നേരിടുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ളവരാകണ കാര്യം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അവിടെ സ്ഥിരപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരാകണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നു. എൻ്റെ ഇന്നത്തെ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾ ആരെങ്കിലും പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങൾക്ക് സഹിക്കുവാൻ വയ്യാത്ത വേദനകൾ, നിങ്ങൾക്ക് എടുക്കുവാൻ പറ്റാത്ത പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ അഭിമുഖീകരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇന്ന് ഈ ദൈവവചനം ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഇവിടെയുള്ള പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അവിടെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക. പരിശോധനകൾ, വേദനകൾ, പരീക്ഷകളെല്ലാം താൽക്കാലികം മാത്രമാണ്. അത് എത്രയും പെട്ടെന്ന് അവസാനിച്ച് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിപൂർണതയിലേക്ക് വന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വിജയിപ്പാനിടയാകേണ്ടതിന് നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകരോട് ആമുഖമായിട്ട് തന്നെ പറയട്ടെ, ഏതെങ്കിലും പരീക്ഷകളിലൂടെ, വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുമെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം അവിടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധിക്കപ്പെടുകയാണ്. അവിടെ നിങ്ങൾ വിജയിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ഇന്നലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സെൻട്രൽ ടൈം 12:30 മണിയോടുകൂടെ അമേരിക്കയിലെ മിഷിഗൻ സംസ്ഥാനത്ത് ഉള്ള ഡെട്രോയിറ്റ് പട്ടണത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത വെസ്റ്റ് ബ്ലൂംഫീൽഡ് ടൗൺഷിപ്പിൽ യഹൂദന്മാർ ആരാധിക്കുന്ന സിനഗോഗിന് നേരെ വെടിവെപ്പ് നടന്നു. ടെമ്പിൾ ഇസ്രായേലിൽ നടന്ന വെടിവെപ്പിലും ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. അക്രമി കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പറയുന്നത്. പോലീസ് അവിടെ പാഞ്ഞെത്തി. FBI ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തിയതായി FBI ഡയറക്ടർ കാഷ് പട്ടേലിൻ്റെ ഒരു പ്രത്യേക പ്രസ്താവനയിലും പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സംഭവത്തെ അപലപിച്ചു. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള യഹൂദ സിനഗോഗുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പോലീസിൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിച്ചും ഹോം സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചും ഇതിനെ അതിജീവിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ സിനഗോഗിൻ്റെ അടുത്തുള്ള പ്രീ സ്കൂളിൽ ക്യാമ്പസിൽ ഏകദേശം 140 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും സുരക്ഷിതരാണെന്നും അവിടെ ഉള്ള സ്റ്റാഫും സുരക്ഷിതരാണെന്നും അവിടെ നിന്നുള്ള പ്രത്യേക പ്രസ്താവനയിൽ പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയിലെ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള വാർത്ത പലയിടത്തായിട്ട് വന്നിരുന്നു. കാര്യം ഇറാനിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലും അതിനോടനുബന്ധിച്ചുള്ള ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് ഉള്ള അറിയിപ്പുണ്ടായിരുന്നു. ഈ സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അധികാരികൾ പറയുന്നതെങ്കിലും, അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ആരാധന സ്ഥലങ്ങളുടെ അടുത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചതായി പോലീസ് വൃന്ദങ്ങൾ പറഞ്ഞു. ഇറാനിൽ നടക്കുന്ന, മധ്യ ഏഷ്യയിൽ നടക്കുന്ന യുദ്ധം അമേരിക്കയുടെ പല പട്ടണങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ഇടയായിരിക്കുകയാണ്. FBI അത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രവർത്തകരും അതിൻ്റെ അധികാരികളും അതിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകിക്കഴിഞ്ഞു. യുദ്ധം തുടരുകയാണ്. എണ്ണവില പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും കൂടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഫാസ്റ്റ് ഫുഡ് സംവിധാനങ്ങൾ ക്രമേണ അടച്ചു വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോയ പലരും ഇന്ത്യയിൽ നിന്നുള്ള ഗതാഗതം തിരിച്ച് അമേരിക്കയിലേക്ക് പൂർവ്വസ്ഥിതിയിലെത്താത്തതിനാൽ അവിടെ തങ്ങിക്കിടക്കുന്നതായിട്ട് ചില വാർത്തകളുണ്ട്. എന്നാൽ ചിലർ മറ്റ് എയർലൈനിൽ കൂടെ അമേരിക്കയിൽ തിരിച്ചെത്തിയതായിട്ടും പലരുടെയും പ്രസ്താവനയിൽ പറയുന്നു. അതുപോലെ വിവിധ പെന്തക്കോസ്ത് സഭകളുടെ സംയുക്ത പ്രവർത്തന വേദിയായ FPCCയുടെ മാസയോഗം
മാർച്ച് മാസം 21 ഇലിയോസ് പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് FPC ഭാരവാഹികളും സഭയുടെ സീനിയർ പാസ്റ്റർ പ്രിൻസ് പോളും അറിയിക്കുന്നു. പാസ്റ്റർ മോഹൻ സക്കറിയ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരിക്കും. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ പ്രത്യേക സമ്മേളനം നാളെ രാവിലെ 10 മണി മുതൽ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് നടക്കുന്നതാണ്. ഡോക്ടർ ഗ്രറ്റ എബ്രഹാം ഈ സമ്മേളനത്തിൽ ദൈവവചനം സംസാരിക്കും. ഈ സമ്മേളനത്തിൽ എല്ലാ സഹോദരിമാരും എത്തിച്ചേരണമെന്ന് ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു. ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ഓഫ് വർഷിപ്പ് മാർച്ച് 20 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സെലിബ്രേഷൻ ചർച്ചിൽ ഉണ്ടായിരിക്കുമെന്ന് CCFന്റെ പ്രസിഡന്റ് ബ്രദർ ബിനോയ് അറിയിക്കുന്നു. അടുത്ത ജൂലൈ മാസം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് പിസീന കോൺഫറൻസിന്റെ വിവിധ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടന്നു വരുന്നതായി ഭാരവാഹികൾ അറിയിക്കുന്നു. പിസിനാക്കിന്റെ ഡേ ഓഫ് പ്രയർ ആൻഡ് ഗിവിംഗ് ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മാസം 15 ഞായറാഴ്ച വിവിധ സഭകൾ നടക്കുന്നതാണ്. അന്നേ ദിവസം പിസിനാക്കിനെ ഓർത്ത് സഭയായി പ്രാർത്ഥിക്കുവാനും പ്രത്യേക സ്തോത്ര ശേഖരം എടുത്ത് അയച്ചു തരണമെന്നും പിസിനാക്കിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. പിസിനാക്കിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സജീവമാണ്. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 7:30 മണി വരെ ലോക്കൽ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലും പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ബുധനാഴ്ച നാഷണൽ ലേഡീസ് പ്രയർ മീറ്റിംഗ് നടക്കുന്നു 7 മണി തൊട്ട് 8 മണി വരെ. എല്ലാ മാസത്തിൻ്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ച വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ ഓൺലൈനിൽ ഉള്ള സമൂഹ പ്രാർത്ഥനയും നടന്നു വരുന്നു. പിസിനാക്കിന്റെ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സഹായ സഹകരണങ്ങൾ നൽകി കൊടുക്കണമെന്നും നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് മിഷൻ TPM സഭകളുടെ ഏറ്റവും വലിയ അന്തർദേശീയ കൺവെൻഷൻ ചെന്നൈ താമ്പരത്തിന് സമീപം ഇരുമ്പലിയൂർ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചു. 15 ഞായറാഴ്ച നടക്കുന്ന സംയുക്ത സഭായോഗത്തോടെ കൺവെൻഷൻ സമാപിക്കും. യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യർക്ക് സകല അനുഗ്രഹങ്ങളും വെളിപ്പെടുത്തുന്നുവെന്ന് 2ാം ദിവസം രാത്രി യോഗത്തിൽ പാസ്റ്റർ PA മാത്യു USA പ്രസ്താവിച്ചു. വിവിധ ഭാഷകളിൽ പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ 4 സ്തോത്ര ആരാധന, 7 മണിക്ക് ബൈബിൾ ക്ലാസ്, 9:30 മണിക്ക് പൊതുയോഗം, ഉച്ചകഴിഞ്ഞ് 3 മണിക്കും രാത്രി 10 മണിക്കും കാത്തിരിപ്പ് യോഗം, വൈകിട്ട് 6 മണിക്ക് സംഗീത ശുശ്രൂഷ, തുടർന്ന് പ്രസംഗം, പിന്നീട് രോഗശാന്തി ശുശ്രൂഷ എന്നിവയാണ് ഈ ദിവസങ്ങളിൽ താമ്പരത്തുള്ള സിലോൺ TPM സഭകളുടെ അന്തർദേശീയ യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചീഫ് പാസ്റ്റർ എബ്രഹാം മാത്യു, ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമസ്, അസോസിയേറ്റ് ഡെപ്യൂട്ടി പാസ്റ്റർ G ജയം എന്നിവർ കൺവെൻഷനുകൾക്ക് നേതൃത്വം നൽകുന്നു. പ്രഥമ രാത്രിയിൽ നടന്ന സമ്മേളനത്തിൽ TPMന്റെ മലേഷ്യ സെൻട്രൽ പാസ്റ്റർ S രാജേന്ദ്രൻ പ്രസംഗിച്ചു. ഏകദേശം 1 ലക്ഷത്തിലധികം പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധം എന്ന് അവസാനിപ്പിക്കും എന്നുള്ള ചിന്തകളും ചോദ്യങ്ങളും പല ഭാഗത്തു നിന്ന് ഉയരുമ്പോൾ യുദ്ധം അടുത്ത ആഴ്ചയിൽ അവസാനിച്ചില്ലെങ്കിൽ അത് ഒരു പക്ഷേ സെപ്റ്റംബർ വരെ നീണ്ടു പോയേക്കാമെന്ന് പെൻഡഗണിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നമ്മൾ ലക്ഷ്യം നേടിയതിനാൽ യുദ്ധം നിർത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെടുമ്പോൾ അതിന് സമയമായിട്ടില്ല അതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിൽ എത്തിയതുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതം നേരിയ തോതിൽ നടക്കുന്നതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ധന വില വളരെ ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അന്തരിച്ച സുപ്രസിദ്ധ സുവിശേഷ പ്രാസംഗിക സിസ്റ്റർ അന്ന കണ്ടത്തിലിൻ്റെ ശംസംസ്കാര ശുശ്രൂഷകൾ മാർച്ച് മാസം 10-ാം തീയതി കോട്ടയത്ത് വെച്ച് നടന്നു. ഭവനത്തിലും തൊട്ടടുത്തുള്ള മിസ്ബ ചർച്ചിലും പിന്നീട് IPC തിയോളജിക്കൽ സെമിനാരിയിൽ നടന്ന അന്ത്യ ശുശ്രൂഷകളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സിസ്റ്റർ അന്ന കണ്ടത്തിലിന് 78 വയസ്സ് പ്രായമായിരുന്നു. മിസ്ബ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ സ്ഥാപകയാണ് പരേത. പ്രൊഫസർ KV എബ്രഹാമാണ് ഭർത്താവ്. പരേതനായ വിനു വർഗീസ് എബ്രഹാം, പാസ്റ്റർ അനി ഈപ്പൻ എബ്രഹാം എന്നിവർ മക്കളാണ്. നിരവധി ദൈവദാസന്മാർ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് തങ്ങളുടെ അനുസ്മരണങ്ങളും അനുശോചനങ്ങളും അറിയിച്ചു. ചിക്കാഗോയിൽ നിന്ന് ഒരു മരണ വാർത്ത.
ബ്രദർ ഫിലിപ്പ് മാത്യുക്കുട്ടി 73 വയസ്സ് തിരുവല്ലയിൽ വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. ദീർഘകാലം ICAG സെലിബ്രേഷൻ ചർച്ചിലെ അംഗമായിരുന്നു പരേതനായ ഫിലിപ്പ് മത്തായിയുടെയും മറിയാമ്മ മത്തായിയുടെയും മൂത്ത മകനാണ് പരേതനായ മാത്തുക്കുട്ടി ഫിലിപ്പ് മാത്യു. മറിയാമ്മ മാത്യു ആണ് ഭാര്യ. ആശ മാത്യു, ആനി മാത്യു എന്നിവർ മക്കളാണ്. ഫിലിപ്പ് വർഗീസ്, ഫിലിപ്പ് തോമസ്, അന്നമ്മ നൈനാർ എന്നിവരാണ് സഹോദരങ്ങൾ. 1975 അദ്ദേഹം ചിക്കാഗോയിൽ എത്തിച്ചേരുന്നത്. ഇരവി പേരൂർ ഷാരോൺ സഭാംഗമാണ്. 4 കൊച്ചുമക്കളുണ്ട്. ശവസംസ്കാര ശുശ്രൂഷകൾ തിരുവല്ലയിൽ വെച്ച് പിന്നീട് നടക്കും. തിരുവനന്തപുരം വിറ്റ്നസ് ഗോസ്പൽ മിനിസ്ട്രിയുടെ സ്ഥാപക പ്രസിഡന്റ് പാസ്റ്റർ സുനു സാമുവൽ 48 വയസ്സ് നിത്യതയിൽ പ്രവേശിച്ചു. ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ശവസംസ്കാര ശുശ്രൂഷകൾ മാർച്ച് 12 പുതുപ്പള്ളിക്കടുത്ത് കാഞ്ഞിരത്തുമൂട് സെമിത്തേരിയിൽ നടന്നു. പെന്തക്കോസ്ത് വിഭാഗത്തിന് സഭാ പദവി നൽകാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രി വാസുവിനുമായി PCI പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടത്. പെന്തക്കോസ്ത് ക്രൈസ്തവർ ഉൾപ്പെടെ SCCC പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ പരിശോധിക്കുവാൻ IAS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെയും മന്ത്രിസഭ ചുമതലപ്പെടുത്തി. PCI പ്രവർത്തകരോടൊപ്പം സുപ്രസിദ്ധ സുവിശേഷ പ്രാസംഗികനായിരിക്കുന്ന ഹെവൻലി ഫീസ്റ്റിന്റെ സ്ഥാപകനും പ്രസംഗികനുമായ തങ്കു ബ്രദറിന്റെ ഇടപെടലുകളുമാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെയും പ്രതിനിധി സംഘം കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. അമേരിക്കൻ മലയാളിയായ ലൂയി ചിക്കാഗോ ചില ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി പെന്തക്കോസ്ത് വിശ്വാസികളെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നുള്ള വിവരവും നമ്മൾ അറിയുന്നു. പെന്തക്കോസ്ത് സമൂഹത്തിന്റെ കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. ദീർഘകാല ആവശ്യമാണ് ഗവൺമെന്റ് പരിഗണിച്ചതെന്ന് IPCയുടെ മുൻ ജനറൽ പ്രസിഡന്റ് പെന്തക്കോസ്ത് മുൻ നിര നേതാവുമായ പാസ്റ്റർ KC ജോൺ പ്രസ്താവിച്ചു. പൊതുവെ എല്ലാ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളും സ്വാഗതം ചെയ്ത തീരുമാനമാണ് പിണറായി വിജയൻ സർക്കാർ എടുത്ത ഈ തീരുമാനമെന്ന് വിവിധ സഭാ നേതാക്കന്മാർ അറിയിച്ചു. പെന്തക്കോസ്റ്റൽ തിയോളജിക്കൽ സെമിനാരിയുടെ 22ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. ഫെബ്രുവരി 21 ഗ്രാജുവേഷൻ സർവീസ് നടന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ എബി പീറ്റർ അധ്യക്ഷത വഹിച്ചു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ R. എബ്രഹാം മുഖ്യ അതിഥിയായിരുന്നു. 103 പേരാണ് ഈ വർഷത്തെ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുത്ത് ബിരുദം കൈവശമാക്കിയത്. IPC തിയോളജിക്കൽ സെമിനാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനം ചില മാസങ്ങൾക്ക് മുമ്പ് മുതൽ പെന്തക്കോസ്റ്റൽ തിയോളജിക്കൽ സെമിനാരി എന്ന പേര് മാറ്റി എംബ്ലങ്ങൾ മാറ്റി പ്രസ്തുത പുതിയ എംബ്ലവും പേരുകളുമെല്ലാം ഈ സമ്മേളനത്തിൽ വെച്ച് അനാച്ഛാദനം ചെയ്യുണ്ടായി. ഡാളസ് സിറ്റിയിലുള്ള പെന്തക്കോസ്റ്റൽ സഭകളുടെ ഐക്യവേദിയായ ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനവും സെമിനാറും നാളെ നടക്കും. നാളെ രാവിലെ 10 മണിക്ക് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം പ്രസിഡന്റ് പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം പാമ്പാടി KG കോളേജിലെ BSc കെമിസ്ട്രി വിഭാഗത്തിലെ ടോപ്പറായ സിസ്റ്റർ റൂബ K. വിനോദിന് കേരള മുഖ്യമന്ത്രിയുടെ പ്രതിഭ അവാർഡ് ലഭിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ഈ അവാർഡ് കരസ്ഥമാക്കിയ സിസ്റ്റർ റൂബ K. വിനോദ് മീനടം മഞ്ഞാടി IPC സഭാംഗമാണ്. മീനടം കൂടിലിൽ വിനോദിന്റെ മകളാണ് രൂപ. IPC കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന മാർച്ച് മാസം 18 IPC ഗോസ്പൽ സെന്റർ നെടുമ്പ്രം സ്ഥലത്ത് വെച്ച് നടക്കുന്നതാണ്. പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ KC തോമസ്, പാസ്റ്റർ ഡാനിയൽ കൊന്നനിക്കൽ എന്നിവർ നേതൃത്വം നൽകും. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ സംഗമം നടന്നു. മാർച്ച് മാസം 10 ചൊവ്വാഴ്ച മുളക്കുഴ സിയോൻ കുന്നിൽ വെച്ചാണ് യുദ്ധത്തിന്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ ലോക സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി മുൻതൂക്കം നൽകിക്കൊടുത്തുള്ള പ്രാർത്ഥനാ സംഗമം നടന്നത്. ഓവർസിയർ പാസ്റ്റർ Y. റെജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് ഓഫ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ
ഇന്നത്തെ ഈ വീക്കിലെ റൗണ്ട് അപ്പിലൂടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഒരുപക്ഷെ രോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളുമായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങൾ ഇതുപോലുള്ള പരിശോധനയിലൂടെ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത വെളിപ്പെടുവാനുള്ളത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നു. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നമുക്കത് പരിശോധിക്കാം, നമുക്ക് സന്തോഷത്തോടെ ഇതിനെ നേരിടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. എല്ലാ അനുഗ്രഹങ്ങളും കൂടെ ഇന്നത്തെ വീക്കിലെ റൗണ്ട് അപ്പ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.